ഈ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടല്ലോ മക്കളെ, ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കണം ഈ സ്ഥലങ്ങളെല്ലാം, നമ്മുടെ ഗാർഡൻ ബോക്സ് എല്ലാം. അതിനുള്ള പണിയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പുതിയൊരു വീഡിയോയിലൊക്കെ പോകാം മക്കളെ. മക്കളിയൊക്കെ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയാലും എല്ലാം മുറിയ പണിയെടുക്കും. ഇപ്പം മക്കളി എന്താ ചെയ്യാൻ പോകുന്നറിയാമോ? ഇപ്പൊ കാണിച്ചില്ല ഈ ചട്ടികളല്ല, ചെടിച്ചട്ടികളല്ല, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനകത്ത് മണ്ണ് മുഴുവൻ കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനിലോട്ട് തള്ളിയിട്ട് പിന്നെ കുറച്ച് മണ്ണ് എടുത്തും വെക്കണം. പുതിയത് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇപ്പം മക്കളി ഇപ്പൊ ഈ ചട്ടിയിലെ മണ്ണെല്ലാം ഞാൻ നമ്മുടെ ഗാർഡൻ ബോക്സിനകത്തോട്ട് കമത്താൻ പോകട്ടോ. ഇതെല്ലാം സൂര്യകാന്തിയുടെ കമ്പാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് തട്ടി ഉടച്ചു വിട്ട് നമ്മുടെ മമ്മട്ടി എടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് മക്കളെ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വലിയ ബോക്സ് അടിച്ചു 50 അടിയിലെന്ന് പറഞ്ഞാൽ. ആ ബോക്സിലിട്ടുള്ള മണ്ണാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം, എന്നാലേ നമുക്ക് വേറെ മണ്ണുകൂടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റത്തുള്ളൂ മക്കൾ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് എല്ലാം അതിനകത്തോട്ട് കമത്തി കുറച്ച് എടുത്തും വെക്കണം. കാരണം പുതിയ പൊട്ടി മിക്സ് വാങ്ങിക്കുമ്പോഴേ അതിനകത്ത് കൂടെ മിക്സ് ചെയ്യാൻ കുറേ ചട്ടികളുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റണം അതിനകത്തുനിന്ന്. നമ്മളൊക്കെ പണിയെടുക്കുന്നവരെ എവിടെ ചെന്നാലും പണിയെടുക്കും എൻ്റെ കുഞ്ഞുങ്ങളെ. നമുക്കൊന്നും പണിയെടുക്കാതെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ എല്ലാ പണികളും ചെയ്യുന്നവരാ, എപ്പോഴും പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാ. ചട്ടികളെല്ലാം വെയിലത്തൊന്നും മാറ്റട്ടില്ലെങ്കിൽ എല്ലാം നരച്ചു പോകും ചട്ടികളെല്ലാം. കൊണ്ടുപോയി താമസത്തില്ല. എല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ പെയിന്റ് അടിച്ച ചട്ടികൾ പക്ഷെ മണ്ണിടുന്നതിന് ഇവിടെ എല്ലാം കഴുകി പറക്കിയിട്ടല്ലേ ഒക്കത്തുള്ളൂ. അപ്പം മക്കളിപ്പം ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് വരണം മക്കളെ. എന്താ ഞങ്ങളുടെ കൊച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട? എന്താ ചെയ്യുവാ? ചോദിക്ക് ഹെൽപ്പ് ചെയ്യുവാന്നോ? ചാ കൊണ്ടുവയ്ക്ക്. അതർ പറഞ്ഞു പെയിന്റ് ഇല്ലാത്തതുണ്ടെന്ന് അതുകൊണ്ട് ഉള്ളത് മാറ്റി വെച്ചു. പെയിന്റ് ഉള്ളത് മാത്രം എടുത്തോണ്ട് രണ്ടുണ്ട്, കുഴപ്പമില്ല. കൊണ്ടുപോ. എനിക്ക് ഹെൽപ്പ് ചെയ്യുവാ അവള്. ബേബി ഉണ്ടോ അവിടെ? എവിടെ ബേബി? കൊണ്ടുവെക്ക. ചെറുതാണോ? ചെറിയ ചട്ടിക്ക് ബേബിയാണ്. ഐ ഫൗണ്ട് ആണെന്ന് അവള് കണ്ടുപിടിച്ചത്. കണ്ടോ കൊണ്ടുവന്നാണ്ട എന്തൊരു സ്പീഡിലാണ് ഓടുന്നത് നോക്ക്. അപ്പോൾ കുറച്ച് ചട്ടിലെ മണ്ണെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാൻ പോവാ ഞാൻ. കാരണം നമുക്ക് പുതിയ ചെടി വെക്കണമെങ്കിലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് ഇതിനകത്തോട്ടിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മറ്റേത് ഇതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിടണം. അതിൻ്റെയും തക്കാളിയുടെ ഒക്കെ ചെടിയുടെ സൂര്യകാന്തി ഇതിൻ്റെയൊക്കെ വേര് എന്തോ ഒരു വലിയ വേര്. എൻ്റെ കർത്താവ് 5-6 മാസം ചെടി നിൽക്കുന്നുണ്ടെങ്കിലും വേര് നല്ല പുഷ്ടിച്ചാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ആ മണ്ണിനകത്ത് വേർതിരിച്ചെടുക്കണമെങ്കിൽ വലിയ പാടാണ്. ഇതിൽ മുളകിൻ്റെ അധികം വലിയ വേര് വരത്തില്ല. സൂര്യകാന്തിയൊന്നും എല്ലാത്തിനും ഭയങ്കര വലിയ വേര. തക്കാളിക്ക് വലിയ വേരില്ല കേട്ടോ. അതായത് അടുത്ത കണക്കട്ടെ വെളിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പാല് പിടിച്ച പോലെ ആയി. സാരമില്ല, മണ്ണെല്ലാം കൂടെ ഇതിനകത്ത് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും. ചട്ടികളെല്ലാം ഇനി മാറ്റി വെക്കണം. പെയിന്റ് അടിക്കേണ്ടി ഇതെല്ലാം പെയിന്റ് അടിക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കണം മക്കളെ. കാരണം വെളിയിൽ കൊണ്ടുപോയി നടേണ്ട സമയങ്ങളൊക്കെ അടുത്ത് വരുന്നു. ഇഷ്ടംപോലെ മൺവരെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. കമ്പോസ്റ്റിനകത്ത് കൊണ്ടുവന്നിടണം. മനെ തൊടല്ലേ മണ്ണിനകത്ത് അയ്യോ ചിച്ചി തൊടല്ലേ ചോദിക്കളാവ് വിട്ടിട്ടുണ്ടാകണ്ട ചോദിക്കട്ട. ഈ തൊടല്ലേ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് വെച്ചാൽ തൊടരുത് മനെ ചീച്ചിടാ. ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് പുതിയ മണ്ണും അതിന്റെ കൂടെ ഈ രണ്ട് പിടിയും കൂടെ അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അതിലായോ വെക്കണ്ട, പറഞ്ഞില്ലേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണ് ആ ബോക്സിനകത്ത് ഫുള്ളായി ഇടാമെന്നേ ഉള്ളൂ. ഇത് കണ്ട ഇത് ഞാൻ മൺവര ഞാൻ കമ്പോസ്റ്റിനകത്തോട്ട് ഇട്ടിട്ട് വരും. പഴയ മണ്ണല്ല ഞാൻ അത് നിരത്തിയിട്ടാലേ നമുക്ക് പിന്നെ കുറച്ച് നല്ല മണ്ണും വളം കൂടെ അങ്ങോട്ട് ഇട്ടാൻ പറ്റില്ല. ചട്ടിക്കകത്ത് തന്നെ കട്ട വിളിച്ചു ഇതിനകത്തോട്ട് ഇട്ടാലത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഇതിന്റെ പുറത്തോട്ട് ഇനി കുറച്ച് നല്ല മണ്ണ് വളം ചാണകപ്പൊടി എല്ലാം ഇടണം. കഴിഞ്ഞ വർഷം കുറച്ച് മണ്ണ ഇട്ടുള്ള ഓരോ വർഷം കുറച്ച് വാങ്ങിച്ചിടുമ്പോൾ ബോക്സ് നിറഞ്ഞോളും. ഒരു 3/4 ഭാഗം ആക്കണമെന്നും ബോക്സ് എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളാന്ന് ചെയ്തിട്ട് മണ്ണിടട്ട് കേട്ടോ. ഈ 3/4 ഭാഗം വരയ്ക്കും കുറച്ച് മണ്ണ് ചട്ടിയിലിരുന്ന മണ്ണുകളെല്ലാം ഇട്ട് ഒരു ലെവലാക്കി. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞാൽ അടുത്തടുത്ത് 2-3 ലെയറും കൂടി ഇടണം. ഇട്ടിട്ട് വേണം നമുക്കേക്ക് കൃഷികൾ നടാൻ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതോട് നിർത്തണം. ചട്ടിയിലെ മണ്ണിൽ തീർന്നു. ഇനി നമുക്ക് അടുത്ത വാങ്ങിച്ചോണ്ട് വരുന്ന മണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ വന്നിട്ട് വേണം ബാക്കി മുഴുവൻ തീർക്കാൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ക്ലിയർ ആക്കി വിട്ടിട്ടുണ്ട്. ഇത് കണ്ടാ മക്കളെ, പകുതി 3/4 ഭാഗം വരയ്ക്കും കുറച്ച് മണ്ണ് ചട്ടിയിലിരുന്ന മണ്ണുകളെല്ലാം ഇട്ട് ഒരു ലെവലാക്കി. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞാൽ അടുത്തടുത്ത് 2-3 ലെയറും കൂടി ഇടണം. ഇട്ടിട്ട് വേണം നമുക്കേക്ക് കൃഷികൾ നടാൻ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതോട് നിർത്തണം. ചട്ടിയിലെ മണ്ണിൽ തീർന്നു. ഇനി നമുക്ക് അടുത്ത വാങ്ങിച്ചോണ്ട് വരുന്ന മണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ വന്നിട്ട് വേണം ബാക്കി മുഴുവൻ തീർക്കാൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ക്ലിയർ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പണി നിർത്തുക. കാരണം ഉച്ചമണിൻ്റെ സമയമായി, മണി 1:30 അപ്പോൾ ഒന്ന് പണി നിർത്തിയിട്ട് മേലോട്ട് കയറുക. ഇനി ബാക്കി പണികളൊക്കെ അടുത്ത മണ്ണ് വന്നിട്ടുള്ള പണികളെ ഉള്ള മണ്ണെല്ലാം നിരത്തി വിട്ടു. അടുത്തതിന് പിന്നെ അപ്പോൾ നമുക്ക് ഇന്ന് കയറട്ടെ മക്കളെ, വീട്ടിലോട്ട് കയറട്ടെ. ഉച്ചയ്ക്ക് ചോറിനാൻ നേരമായി.